ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ക്യുജിയോങ് തന്നെ ഒരുപാട് കെയർ ചെയ്തിരുന്നുവെന്ന് നേഴ്സിൽ നിന്ന് അറിയുന്ന ലീഗുനാണെങ്കിൽ ഇത് തെറ്റിദ്ധരിക്കുകയാണ്. ഇതേ ടൈമിൽ ക്യുജിയോങ് ആണെങ്കിൽ വീട്ടിലൊന്നും പോയിട്ടുണ്ടായിരിക്കില്ല, വർക്ക് ചെയ്യുന്ന പ്ലേസിൽ തന്നെയായിരിക്കും. ഇവളാണെങ്കിൽ ഇവളുടെ ബ്രായൊക്കെ വലിച്ചെറിയുന്നുണ്ട് കേട്ടോ. ആ ടൈമിലാണ് അമ്മ വിളിക്കുന്നതും. നീ വീട്ടിലത്തെ പോലെ ഈ ബ്രായൊക്കെ കണ്ടെടുത്ത് വലിച്ചെറിയുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഇവളിത് മനസ്സിലാക്കി എടുത്തു വെക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഇത് എങ്ങനെ മനസ്സിലായി എന്ന് ഇവളിങ്ങനെ പറയുന്നതും ഇത് കേൾക്കുന്ന അമ്മയാണെങ്കിൽ എനിക്ക് എൻ്റെ മകളെ അറിയത്തില്ലേ, നീ സംഭവം എന്നെ പോലെയൊക്കെ തന്നെയാണ് എല്ലാ കാര്യം കൊണ്ടും, പക്ഷേ നിന്റെ ചെസ്റ്റ് അത് നിന്റെ അച്ഛനെ പോലെയാണെന്ന് കളിയാക്കി പറയുന്നതും. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുന്ന ടൈമിലാണ് കറക്റ്റ് അങ്ങോട്ട് ലീഗുന് എത്തുന്നതും. ആദ്യം ഒന്ന് ഷോക്കാകുന്ന ഇവൾക്കാകെ നാണക്കേട് തോന്നുന്നുണ്ട്. ഇവളാണെങ്കിൽ എന്തുവരെ കേട്ടു എന്ന് ചോദിക്കുമ്പോൾ ഇവനൊന്ന് ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവൾക്ക് കാര്യം മൊത്തം മനസ്സിലാകുന്നുണ്ട്. എല്ലാം കേട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അമ്മയാണെങ്കിൽ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ, നിന്റെ ചെസ്റ്റ് അച്ഛനെ പോലെയാണെന്ന് വീണ്ടും പറയുമ്പോൾ ഇവളങ്ങ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ചിരിക്കുന്നതും. എൻ്റെ അമ്മായിയമ്മയോട് ഇങ്ങനെ ദേഷ്യത്തിലൊന്നും പെരുമാറരുതെന്ന് പറയുമ്പോൾ അമ്മായിയമ്മ ആരുടെ എന്താ വല്ല സ്വപ്നം കണ്ടു എന്ന് ചോദിക്കുന്ന ക്യുജിയോങ്ങിനോട് ഞാനൊരു നല്ല സ്വപ്നം കണ്ടു, എൻ്റെ ഫസ്റ്റ് ലവിനെ കണ്ടെത്തുന്നതും മാരേജ് ചെയ്യുന്നതൊക്കെ ആയിരുന്നു സ്വപ്നം എന്ന് പറയുന്ന ലീഗുവിനോട് ക്യുജിയോങ് പറയുന്നുണ്ട്, ഞാൻ നിന്റെ ഫസ്റ്റ് ലവ് അല്ല എന്ന് മാത്രമല്ല, ഞാൻ ജസ്റ്റ് ഡോക്ടർ മാത്രമാണെന്ന്. അപ്പോൾ ഇവനാണെങ്കിൽ അങ്ങനെ ഡോക്ടറായിട്ടാണോ, എൻ്റെ സർജറിക്ക് ശേഷം 24 മണിക്കൂർ നീ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ക്ലിനിക്കൽ അവേഴ്സ് കഴിഞ്ഞിട്ടും ഇവിടെ ഉണ്ടായിരുന്നു. എന്തിന് എന്നെ ടോയ്ലറ്റിൽ പോകാൻ വരെ നീ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എനിക്കെങ്ങാനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ വരെ തെറ്റിദ്ധരിക്കും. അതുപോലെയല്ലേ നീ എന്നെ കെയർ ചെയ്തത്, വെറും ഒരു ഡോക്ടർ പേഷ്യന്റ് റിലേഷൻ ആയിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവനാണെങ്കിൽ ഇവൾക്ക് ഡ്രിങ്ക് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്യുജിയോങ് ആണെങ്കിൽ അപ്പോൾ ആലോചിക്കുന്നത് ഇതിന് മുന്നേ ഇവനെ കൺസൾട്ട് ചെയ്ത സമയത്ത് ഇവൻ പറയുന്നുണ്ട്, അതായത് എൻ്റെ മൈൻഡിൽ ഒരു കാര്യം ഓർമ്മയില്ല, എന്നാൽ ചില സമയത്ത് എൻ്റെ ബോഡി എന്തിനോടൊക്കെ പ്രതികരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടെന്ന്. എല്ലാ ഓർമ്മകളും ഒരു ദിവസം എന്തായാലും തിരിച്ചു വരൂലേ എന്ന് പറയുന്ന ലീഗുൻ അപ്പോൾ പറഞ്ഞിരുന്നു, എന്തൊക്കെ നഷ്ടപ്പെട്ടാലും എനിക്ക് കുഴപ്പമില്ല, കാരണം അതിനേക്കാൾ വിലപ്പെട്ടൊന്നും എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ, അതായത് എൻ്റെ ഫസ്റ്റ് ലവ്, ഇനി ഒരിക്കലും നമ്മൾ പിരിയത്തില്ല എന്നൊക്കെ പറഞ്ഞത് ഇവളിങ്ങനെ ആലോചിച്ചെടുക്കുന്നതും. നീ എൻ്റെ ഫസ്റ്റ് ലവ് ആണെന്ന് ക്യുജിയോങ് പറയുന്ന ടൈമിൽ തൊട്ടു പിന്നിലായിട്ട് ഡയറക്ടറെ കാണിക്കുന്നുണ്ട്. അപ്പം താൻ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയതാണല്ലേ ഈ ട്രയലൊക്കെ എന്ന് പറയുന്നതും മിനിസ്റ്ററും തേയോങ് ഒക്കെ തന്നെ ഇവളെ ചീത്ത പറയുന്നതും, നീ എന്തിനു കൊള്ളാം, നീ ഒരു ഫേക്ക് ആയിട്ടുള്ള ട്രയലാണ് നടത്തിയെന്നൊക്കെ പറയുന്നതും. ഇതൊക്കെ ആലോചിച്ച് സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്ന ക്യുജിയോങ്ങിനെയാണ് പിന്നെ കാണിക്കുന്നത്. അതായത് ഇത് പുറത്ത് വന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ള നല്ല പേടിയുണ്ട് ഇവൾക്ക്. നെക്സ്റ്റ് സീനിൽ ലീഷിനും ചാസിയോനും അവർ രണ്ടുപേരും ഒരു ഏജൻസിയിലാണല്ലോ. അപ്പോൾ അവരുടെ രണ്ടുപേരുടെ ഒരു ആഡ് നടക്കുന്നതും ഈ ലീഷിനാണെങ്കിൽ ഇവൻ്റെ ബോട്ടിൽസ് ഉണ്ട്, ഇവൻ്റെ പിക്കുള്ള ബോട്ടിൽസ് ആയിരിക്കും, അതിങ്ങനെ ഒത്തിക്കി വെക്കുന്ന ടൈമിൽ ചാസിയോൻ അതിൽ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടായാലോ കുടിക്കുന്നു, ഇങ്ങനെ ഫ്രീ കിട്ടുന്നതെന്ന് വിചാരിച്ച് ഒരുപാടൊന്നും കുടിക്കേണ്ട ഇവൻ പറയുന്നതും. ചാസിയോനെ ആണെങ്കിൽ അല്ല ഒറ്റയ്ക്കാണോ മറ്റേ ആൾ വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ലീഗുനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ടൈമിൽ ലീഷിനാണെങ്കിൽ നീ പറഞ്ഞ ആൾ ദേ വന്നു എന്ന് പറയുമ്പോൾ അങ്ങോട്ട് വരുന്നത് മാനേജർ ആയിരിക്കും. മാനേജറെ കാണുമ്പോൾ ചാസിയോനയ്ക്ക് അത്ര ഇഷ്ടമൊന്നും ആകുന്നില്ല. ഇയാളാണെങ്കിലോ ലീഷിനോട് നന്നായിട്ടൊക്കെ പെരുമാറാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന ലീഷിനോട്, അല്ല നീ എൻ്റെ കോൺട്രാക്ട് സൈൻ ചെയ്യില്ല എന്ന് പറഞ്ഞല്ലോ, അത് തമാശ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് സോപ്പ് ഇടുന്നതും. നീ നിന്റെ ചേട്ടനും ഇത്രയ്ക്കും ക്ലോസ് ആയിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ അന്ന് ശരിക്കും ആളെ ചീത്ത പറഞ്ഞതല്ല, ഒരു ലവ് അഡ്വൈസ് കൊടുത്തതല്ലേ എന്നൊക്കെ പറയുമ്പോൾ ലീഷൻ വലിയ കാര്യത്തിൽ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഈ ടൈമിൽ ചാസിയോനെ ആണെങ്കിൽ അല്ല ആ മാനേജർക്ക് ലീഗുന് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ആൾ ആശുപത്രിയിലാണെന്ന് ഈ മാനേജർ പറയുന്നുണ്ട്. പിന്നീട് ലീഷിനും അതുപോലെ ചാസിയോനും ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചാസിയോനാണെങ്കിൽ ലീഗുൻ എന്നുള്ള പേരിൽ ആരെങ്കിലും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആളെ കാണാൻ പറ്റത്തില്ല എന്ന് ആ റിസപ്ഷനിസ്റ്റ് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ചാസിയോനെ ആണെങ്കിലോ ഞാൻ പറയുന്നത് 28 വയസ്സിൽ നല്ല ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ആളെയാണെന്നൊക്കെ പറയുമ്പോൾ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്ന ലീഗുനാണെങ്കിൽ എന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് സ്റ്റൈലായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ചേട്ടനെ പറ്റി തന്നെ ഞാനിപ്പോൾ അന്വേഷിച്ചതെന്ന് ഇവള് നല്ല സന്തോഷത്തിൽ പറയുന്നതാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ ലീഷിനാണെങ്കിൽ ക്യുജിയോങ്ങിന്റെ ഓഫീസിലേക്ക് ഓടിക്കയറി ഒളിക്കുന്നതാണ് ഇവൾ കാണുന്നത്. അപ്പോൾ ഇവളാണെങ്കിൽ മര്യാദയ്ക്ക് പുറത്തിറങ്ങിക്കോ ആരാന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നതും മിണ്ടാതിരിക്കുന്നൊക്കെ ലീഷൻ പറയുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ സെക്യൂരിറ്റിയെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് നേഴ്സിനെയൊക്കെ വിളിക്കുന്ന ടൈമിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ ഒരു ഫാനായ പെൺകുട്ടി വല്ലാത്ത ശല്യമാണ്. ആ പെൺകുട്ടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒളിച്ചത് കേട്ടോ. ഇവനാണെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റീസിനോട് പറയുന്നുണ്ട് എൻ്റെ ഒരു ഫാനാ, വേറെ ഒന്നും ഇല്ല എന്നൊക്കെ. ഇതേ ടൈമിൽ ലീഗുനിപ്പോൾ ഒന്നും ഓർമ്മയില്ല എന്നൊക്കെ അറിയുന്ന ചാസിയോനെയാണെങ്കിൽ അപ്പം നമ്മൾ തമ്മിൽ സംസാരിച്ചതൊന്നും ഓർമ്മയില്ലേ, എൻ്റെ ഡാറ്റ കണ്ടിരുന്നു, അതിനെപ്പറ്റി വല്ല ഓർമ്മയുണ്ടോ, അല്ല എന്നോട് ഇഞ്ചുറി ഒന്നും പറ്റാതെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു, എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ലീഗുനാണെങ്കിൽ ഈ കളിക്കുമ്പോൾ ഡാറ്റ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമാണെന്നൊക്കെ പറഞ്ഞ് ഇതിനെപ്പറ്റി വലിയ ആധികാരികമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ചാസിയോനെ ആണെങ്കിലും എന്തൊരു ബുദ്ധിയ, അല്ലെങ്കിലും നിങ്ങൾ എൻ്റെ സ്റ്റൈലാണെന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ നിന്റെ സ്റ്റൈൽ മാത്രമല്ല ഞാൻ എല്ലാവരുടെയും സ്റ്റൈലാണെന്ന് പറയുന്നുണ്ട്. അതായത് ഇവൻ ഇപ്പോഴും ഒരു സെലിബ്രിറ്റി ആണെന്നാണ് ചിന്തിച്ചിട്ടുള്ളത്. ഇതേ ടൈമിൽ ഇവൻ വീണ്ടും കുറെ ബഡാഹി അടിക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് വരുന്ന ആളുകൾക്ക് ഇവൾ ഓട്ടോഗ്രാഫ് കൊടുക്കുന്നതും. പിന്നീട് ഇവളൊരു ബാറ്റ് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു ഹൈസ്കൂൾ സ്റ്റുഡൻ്റ് ആണെങ്കിലും ഇങ്ങനൊരു സമ്മാനം തരാനുള്ള കാശൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്നൊക്കെ ഇവൾ പറയുന്നതും. അല്ല ആ മെഡൽ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ,
അതെങ്ങനെയാന്ന് ചോദിക്കുമ്പോൾ ഇവൻ ആകെ ഷോക്കാകുന്നുണ്ട് കേട്ടോ. മെഡൽ നഷ്ടമായോ എന്നാണ് ഇവൻ തിരിച്ച് ചോദിക്കുന്നത്. അങ്ങനെയല്ലേ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു എന്ന് ചാസിയോനെ ചോദിക്കുന്നതും പെട്ടെന്ന് ഇവന് നല്ല തലവേദന വരുന്നുണ്ട്. ആ ടൈമിൽ ഇവൻ ആലോചിക്കുന്നത് ഇവളോട് മെഡൽ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതും അതുപോലെ അന്ന് ആ കുളത്തിൽ വീണതും ഒരു പെൺകുട്ടി രക്ഷിക്കുന്നതും ആ ആക്സിഡന്റ് പറ്റിയ ഗെയിമും ഒക്കെ ആയിരിക്കും. ഇവനാണെങ്കിൽ തലവേദന വന്ന് നിലത്ത് വീഴുമ്പോൾ ചാസിയോനെ ശരിക്കും പേടിക്കുന്നുണ്ട്. ഇവൾ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടുന്നുണ്ട്. ഇതേ ടൈമിൽ തന്നെ ക്യുജിയോങ് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. പിന്നീട് ഇവൾ ഓപ്പറേഷൻ റൂമിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ ഇവന്റെ ഫ്രണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. അമ്മ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവര് വരുന്നുണ്ട്, അവരാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്, ഞാൻ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നൊക്കെ പറയുന്ന ഇവൻ അവിടെ സങ്കടത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിർബന്ധിച്ചത് കൊണ്ടാണ് അവൻ ആ റീയൂണിയന് വന്നത്, അങ്ങനെ വിളിക്കാൻ പാടില്ലായിരുന്നുവെന്ന്. ഇത് കേൾക്കുന്ന ക്യുജിയോങ് ആണെങ്കിൽ ആളെ റീയൂണിയന് പോയിട്ടുണ്ടായിരുന്നു, എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് അവിടെ അതിശയത്തോടു കൂടി ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ ഇവൻ പറയുന്നുണ്ട്, അതായത് ആദ്യമൊക്കെ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടും ഇവൻ പിന്നീട് അങ്ങോട്ട് വന്നിരുന്നുവെന്നും പിന്നീട് കാണിക്കുന്നത് എന്താ നടന്നേ എന്നായിരിക്കും. അതായത് ലീഗോൺ റീയൂണിയന് വരുന്ന ടൈമിൽ ഇവർ പണ്ടത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരിക്കും. അതിൽ ഇവന്റെ മെഡൽ തിരിച്ചറിയുന്നതും ഇതാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് ചോദിക്കുമ്പോൾ ഒരു പെൺകുട്ടിയെ ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇവനാണെങ്കിൽ ആ പെൺകുട്ടിയുടെ പിന്നാലെ ഓടുന്നതും അവളെ ശരിക്കും കാണുന്നുണ്ട്. മരിക്കുമായിരുന്ന എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയാണ് അവള്. എല്ലാവരും പുറംതിരിഞ്ഞപ്പോൾ എന്നെ ചേർത്ത് പിടിച്ച് ഇപ്പൊ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏക കാരണം ഇവളാണെന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തിൽ ഇവൻ പിന്നാലെ ഓടുന്നതും ഈ പെൺകുട്ടി ഒരു കാറിലേക്ക് കയറുന്നതാണ് ഇവൻ കാണുന്നത്. പെട്ടെന്ന് തന്നെ ഇവൻ തിരിച്ചറിയുന്നുണ്ട് കാറിൽ ഒരാളായിട്ട് ഈ പെൺകുട്ടി കിസ് ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ ഇവൻ ഒരുപാട് സങ്കടം വരുന്നുണ്ട്. പിന്നീട് ഇവൻ ബാങ്കൂക്കിനെ വിളിച്ച് ആ പെൺകുട്ടിയെ മീറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ എന്നിട്ട് നീ അവളോട് നിന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു എന്നൊക്കെയാണ് ഫ്രണ്ട് ചോദിക്കുന്നത്. അപ്പൊ ഇവനാണെങ്കിൽ ആ പെൺകുട്ടി എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു, പക്ഷേ അവളെ ഇനിയും എൻ്റെ അടുത്തുനിന്ന് തട്ടിയെടുത്തു എന്ന് പറയുമ്പോൾ ആരെന്ന് ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവനാണെങ്കിൽ ലീഷൻ എന്ന് പറയുന്നുണ്ട്, അതായത് ആ പെൺകുട്ടി കിസ് ചെയ്തത് ലീഷിനെ ആയിരുന്നു കേട്ടോ. ഇവനാണെങ്കിൽ പിന്നീട് കരയുന്നതൊക്കെയാണ് കാണിക്കുന്നത്. ബാങ്കൂക്ക് ആണെങ്കിലോ ക്യുജോങ്ങിനോട് പറയുന്നുണ്ട് ഒരിക്കലും ടെന്നീസ് കളിക്കാൻ ഇവന് കഴിഞ്ഞില്ല, അതും ഇവന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തു. അതുപോലെ ഇവനോട് ക്ലോസ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് ഇവന്റെ ആദ്യത്തെ പ്രണയവും തട്ടിയെടുത്തതെന്ന്, അതായത് അനിയനാണെന്ന് ഇവൻ അവിടെ പറയുന്നില്ല. പാവം അന്നവനാകെ തകർന്നു പോയി എന്ന് ഫ്രണ്ട് പറയുന്നതും അപ്പൊ ഇവൾ ആലോചിക്കുന്നത് അതായത് ഇവന്റെ ബാഡ് മെമ്മറീസ് മാത്രമാണ് എറൈസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതായത് ഇവന്റെ ഫസ്റ്റ് ലവ് ഒരു നല്ല ഓർമ്മയായതുകൊണ്ട് തന്നെ ഓപ്പറേഷന് ശേഷവും ഇവൻ അത് ഓർക്കേണ്ടതാണ്, പക്ഷേ ഓർത്തില്ലെന്ന് മാത്രമല്ല ഇവളാണെന്നാണ് തെറ്റിദ്ധരിച്ചത്. അതെന്തുകൊണ്ടായിരുന്നു എന്ന് ഇവളുടെ സംശയത്തിന് ഇപ്പോൾ ഒരു ആൻസർ കിട്ടിയിരിക്കുകയാണ്. അതായത് ഇവന്റെ ഫസ്റ്റ് ലവും ഒരു ബാഡ് മെമ്മറി ആയിട്ട് മാറിക്കഴിഞ്ഞുവെന്ന് ഇവളിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് റൂമിലേക്ക് എത്തുമ്പോൾ ലീഗുന്റെ കൂടെ ഇവന്റെ അമ്മയുണ്ടായിരിക്കും. അമ്മയാണെങ്കിൽ ഡോക്ടറോട് പറയുന്നുണ്ട് എന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് വരുന്നില്ല അല്ലേ, ഇത് കണ്ടിട്ട് നിങ്ങൾ ശരിക്കും സർപ്രൈസ്ഡ് ആയിട്ടുണ്ടായിരിക്കും, ഒരമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന്. പക്ഷെ ഞാൻ അങ്ങനെയാണ്, അതിന് കാരണമുണ്ട്, ഞാനൊരു അത്ലറ്റ് ആയിരുന്നു, പക്ഷെ ഞാൻ വളരെയധികം സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്, എൻ്റെ മക്കൾ അങ്ങനെ വളരരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി സ്ട്രിക്റ്റ് ഒക്കെ ആയത്. അത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ഇവർ സ്ട്രോങ് ആയിട്ട് വളരാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ മകന് അന്നിങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റി, ഇനി ഒരിക്കലും കളിക്കാൻ പറ്റില്ല എന്നൊക്കെ അറിഞ്ഞ സമയത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട്, പക്ഷേ അന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇനി ഞാൻ കരയത്തില്ല എന്ന്. ഇവൻ ഈ ആത്മഹത്യക്ക് ശ്രമിച്ച അന്നത്തെ രാത്രി ഇവൻ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു എന്ന് അമ്മ പറയുന്നതും പിന്നീട് എന്താ സംഭവിച്ചെന്ന് ഒരു പാസ്റ്റിലൂടെ കാണിക്കുന്നുണ്ട്. അതായത് എല്ലാ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇവൻ ആകെ വിഷമിച്ചു വരുമ്പോൾ കാണുന്നത് അച്ഛനും അമ്മയും കൂടിയിട്ട് ലീഷിനെ ഇങ്ങനെ ഊട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ ഇവന് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അമ്മയാണെങ്കിൽ മുത്തശ്ശി നാട്ടിൽ നിന്ന് അയച്ച പ്രത്യേകതരം ഫുഡാണെന്നൊക്കെ പറയുന്നതും ഇവൻ ദേഷ്യത്തിൽ അതങ്ങ് തട്ടിപ്പറിച്ചെടുക്കുന്നുണ്ട്. അമ്മൂമ്മയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് വേണ്ടിയാണ് ഇത് അയച്ചത്, അല്ലാതെ ഇവന് വേണ്ടിയല്ല എന്ന് ലീഗുൻ ദേഷ്യത്തിൽ പറയുന്നതും ഇത് കേൾക്കുന്ന അമ്മയാണെങ്കിൽ നീ എന്ത് വർത്താനം ഈ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഇവിടെ മറ്റെല്ലാ ഫുഡും ഇവന്റെ കാശ് കൊണ്ട് വാങ്ങിയതാണ്, നീ ഇപ്പൊ പിടിച്ചിരിക്കുന്ന സ്പൂണ്, നീ ഇരിക്കുന്ന ചെയർ, എന്തിനും നീ നടക്കുന്ന ഈ ഫ്ലോർ പോലും ലീഷിൻ്റെതാണെന്നൊക്കെ പറയുന്നതും ഇവന് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അപ്പം അച്ഛനാണെങ്കിൽ മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. എടാ മോനെ, ഇവൻ ഒരുപാട് കാലമായിട്ട് ഡയറ്റിങ്ങിലൊക്കെ ആയിരുന്നല്ലോ, അപ്പം ഡയറ്റ് കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇവന് നന്നായിട്ട് നമ്മൾ ഫുഡ് കൊടുക്കേണ്ടത്, നമ്മൾ വേണ്ടി ഇവന് സപ്പോർട്ട് ചെയ്യാനെന്നൊക്കെ പറയുന്നതും അമ്മ വീണ്ടും ലീഷിന് ഫുഡ് കൊടുക്കുന്ന ടൈമിൽ ലീഗുനാണെങ്കിൽ ദേഷ്യത്തിൽ ഇത് അവനുള്ളതല്ല പറഞ്ഞെന്നൊക്കെ പറഞ്ഞങ്ങ് ചൂടാകുന്നുണ്ട്. അപ്പം അമ്മയാണെങ്കിൽ ഇവനെ ചീത്ത പറയുന്നതും പണ്ട് എപ്പോഴും നടന്നൊരു കാര്യം ആലോചിച്ച് നീ എന്തിന് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതെന്ന് പറഞ്ഞ് നല്ല ചീത്തയൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇത് കേൾക്കുന്ന ലീഗുനാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് എന്നെ മാത്രം ഇങ്ങനെ ചീത്ത പറയുന്നത്, ഞാൻ ഈ ഫാമിലിത്തെ ഒരു മെമ്പറല്ലേ, നിങ്ങളുടെ മകനല്ലേ എന്നൊക്കെ പറഞ്ഞ് ലീഗുൻ അവിടെ ചൂടാകുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഒരിക്കലും എന്നൊരു മകനായി കണ്ടിട്ടില്ല, ഈ വീട്ടിലുള്ള ആരും എൻ്റേതല്ല, നിങ്ങൾക്കൊന്നും എന്നോട് ഇത്തിരി സ്നേഹം പോലും ഇല്ല, ഇത്രയും കാലം ഞാനൊരു ബാഗ് കൊണ്ട് നടക്കാറുണ്ട്, അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നിങ്ങൾക്കറിയൂ, അതൊരു കുടയാണ്, അതെന്തിനാണെന്നറിയൂ, കാരണം ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി കുട പിടിക്കാൻ ആരും ഉണ്ടായിരിക്കില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഇവന്റെ ട്രെയിനിങ് ഒക്കെ കഴിയുന്ന ടൈമിൽ അമ്മ ഇവനെ വിളിക്കാൻ വേണ്ടി ഓടിപ്പോകുന്നത്, പക്ഷേ എന്നെ വിളിക്കാൻ ആരും വന്നിട്ടില്ല. എനിക്ക് ഉണ്ടായിട്ടുണ്ട് എൻട്രൻസ് സെറിമണി, ഗ്രാജുവേഷൻ സെറിമണി, ബർത്ത്ഡേ, ഇതിലൊന്നും ഞാൻ ആരെയും കണ്ടിട്ടില്ല, ആരും എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. അതുപോലെ നിങ്ങൾക്കറിയോ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ എന്നെ ഒരുപാട് പേര് ബുള്ളി ചെയ്തിട്ടുണ്ട്, എന്നെ ഒരുപാട് പേര് അടിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ, ഞാൻ എങ്ങാനും അവരെ തിരിച്ചടിച്ച അത് വലിയ കാര്യമാകും, കാരണം ഞാൻ ലീഷിന്റെ മൂത്ത ചേട്ടനാണ്, അതായത് ഞാൻ ശ്വസിക്കുന്നത് പോലും എനിക്ക് തന്നെ പേടിയായിരുന്നു, ഞാൻ എന്ത് ചെയ്താലും ഇവനെ വെച്ചിട്ടാണ് എന്നെ കമ്പയർ
കെയർ ചെയ്യുക മതിയായി. ബ്രദേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് അവനെല്ലാം ഉണ്ട്, പക്ഷെ എനിക്കൊന്നുമില്ല. എൻ്റെ അടുത്തുനിന്ന് അവനെല്ലാം തട്ടിയെടുത്തു. അച്ഛൻ, അമ്മ, ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് ഇവനൊന്ന് സ്റ്റക്ക് ആകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇവൻ പറയുന്നുണ്ട് എല്ലാവരെയും. അതായത് ലവിന്റെ കാര്യം എന്നോട് പറയുന്നില്ല. അന്ന് നടന്ന ആക്സിഡന്റ്, ആ ദിവസത്തെ കാര്യങ്ങൾ എനിക്ക് മായ്ച്ചു കളയാൻ പറ്റുമെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം കൊടുത്തിട്ടാണെങ്കിൽ അത് ചെയ്യും. പക്ഷെ എനിക്കറിയാം അങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ല. ഈ ജീവിതം മൊത്തം ഒരു മെയിൻ ക്യാരക്ടറായിട്ട് ജീവിക്കാൻ എനിക്ക് കഴിയില്ല. എൻ്റെ അനിയനായിട്ടുള്ള ലീഷിന്റെ ഒരു സപ്പോർട്ടിംഗ് റോളായിട്ട് മാത്രമേ എനിക്ക് ജീവിക്കാൻ കഴിയൂ എന്നൊക്കെ പറഞ്ഞ് ഇവൻ അവിടെ നിന്ന് ദേഷ്യത്തിൽ പോകുന്ന സമയത്ത് അമ്മയാണെങ്കിൽ നിനക്ക് അമ്മയോട് സംസാരിക്കാനുള്ളതൊക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ലീഗുനാണെങ്കിൽ ഒരു പുച്ഛത്തോടു കൂടി അമ്മയോ, നിങ്ങൾ ഒരിക്കലും ലീഗുൻ ഒരു നല്ല അമ്മയായിരുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നതും ഇതെല്ലാം ആലോചിച്ചെടുക്കുന്ന അമ്മ ക്യുജോങ്ങിനോട് പറയുന്നുണ്ട്, അവൻ എങ്ങനെ എന്നോട് ഇതൊക്കെ പറയാൻ കഴിഞ്ഞതെന്ന് ഞാൻ ആലോചിച്ചു. പക്ഷേ ഒരു തരത്തിൽ ആലോചിച്ചാൽ ഞാൻ എൻ്റെ മകനൊരു നല്ല അമ്മയായിരുന്നില്ല. എന്തായാലും ഇതൊക്കെ നന്നായി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ആ നടന്ന ഫൈറ്റൊക്കെ ഇവൻ മറന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ മകന് ഇനി ഒരു നല്ല അമ്മയായിട്ട് മാറാൻ എനിക്ക് സാധിക്കും എന്നൊക്കെ പറഞ്ഞ് അമ്മ കരയുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് ക്യുജോങ് ആണെങ്കിലോ ഇവനായിട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. അതായത് നേരത്തെ OPയിൽ വന്ന ടൈമിൽ ഇവൻ ദേഷ്യത്തിൽ ഡോക്ടറോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ ഓർമ്മകളൊക്കെ മറക്കാൻ എനിക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ, അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ പോലും അതിനു വേണ്ടി കൊടുക്കും എന്നൊക്കെ പറയുന്നതും അതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചെടുക്കുന്ന ക്യുജോങ് അവസാനം ആലോചിക്കുന്നത്, അതായത് ഇവനോട് ഫസ്റ്റ് ലവിനെ കാണാൻ പോകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇവൻ അന്ന് തിരിച്ചു ചോദിച്ചത്, ഞാൻ എങ്ങാനും അങ്ങനെ പോയി കഴിഞ്ഞ് എനിക്കിപ്പോൾ ഉള്ള നല്ല മെമ്മറീസ് ഒരു ബാഡ് മെമ്മറീസ് ആയിട്ട് മാറുകയാണെങ്കിൽ താൻ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്നാണ്. ഇതൊക്കെ ആലോചിക്കുന്നതും ഇതേ ടൈമിൽ ലീഷിന് വർക്കൗട്ട് ചെയ്തതും കാണിക്കുന്നുണ്ട്. ലീഗുനാണെങ്കിലും ഇവൻ വെള്ളത്തിൽ വീണതൊക്കെ സ്വപ്നം കണ്ട് എണീക്കുമ്പോൾ ചാസിയോനെ ഗിഫ്റ്റ് കൊടുത്ത ആ റാക്കറ്റ് അവിടെ കാണുന്നുണ്ട്. ഇവനാണെങ്കിൽ ആ ബാറ്റും എടുത്ത് ഗ്രൗണ്ടിലേക്ക് പോകുന്നതും പിന്നീട് വിഷമത്തിൽ നിൽക്കുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന ക്യുജോങ് ഇവനെ കാണുന്നുണ്ട്. ഇവനാണെങ്കിലോ കണ്ണിന്ന് വെള്ളമൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ആകെ നാണക്കേടായിട്ട് അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് തണുപ്പാ, അതുകൊണ്ടാന്നൊക്കെ അങ്ങ് നോണ അടിച്ചു വിടുന്നുണ്ട്. അതുപോലെ അല്ല എന്താ ഈ ബോൾ വരാത്തത്, ഇത് വർക്ക് ആവുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നത്. ക്യുജോങ് ആണെങ്കിൽ എന്താ നാണക്കേട് തോന്നുന്നുണ്ടോ കരയാൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് കേൾക്കുന്ന ലീഗുനാണെങ്കിൽ അത് പിന്നെ തന്റെ മുന്നിൽ കരഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭംഗി അങ്ങ് പോകത്തില്ലേ എന്ന് പറയുമ്പോൾ തമാശ പറയാനുള്ള സമയമല്ല ഇതെന്ന് ഇവള് പറയുന്നുണ്ട്. ഇവനാണെങ്കിലോ ബോധം വന്നതിന് ശേഷം ഞാൻ എന്തോ ഒരുപാട് ഈ കളിയെ മിസ് ചെയ്യുന്നത് പോലെ തോന്നുന്നു, കുറച്ചു കാലമായിട്ട് ഞാൻ കളിക്കാറില്ല എന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ടായിരിക്കുമല്ലേ എന്നിവൻ ചോദിക്കുന്നതും ക്യുജോങ് ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ഗെയിം ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രണയം ആയിക്കോട്ടെ വീണ്ടും ചെയ്യാലോ എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ഇവനൊന്ന് സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. ആ ടൈമിലാണ് ആ മെഷീൻ വർക്ക് ചെയ്ത് ബോൾ ഇവളുടെ നേരെ വരുന്നതും ഇവളുടെ മേത്ത് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവൻ തടയുന്നുണ്ട്. അതും ഇവന്റെ വലത്തെ കൈ കൊണ്ട് കേട്ടോ. ഇത് കാണുന്ന ഇവള് ശരിക്കും ഷോക്ക് ആകുന്നുണ്ട്. അതായത് ഇവൻ വലത്തെ കൈ കൊണ്ടൊന്നും അങ്ങനെ ചെയ്യാറില്ല, കാരണം ആ ഒരു ട്രോമയാണ് അതിപ്പോ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇവള് മനസ്സിലാക്കുന്നുണ്ട്. അതായത് 15 വർഷമായിട്ട് ഇവൻ അനുഭവിച്ചിരുന്ന ആ വേദനയായിട്ടുള്ള ഓർമ്മ എന്നേക്കുമായിട്ട് തുടച്ചു മാറ്റി എന്നാണ് സത്യം. ഇനി ഞാൻ വീണ്ടും അത് ഓർമ്മിപ്പിക്കുന്നത് ശരിയല്ല എന്ന് ക്യുജോങ് ഇങ്ങനെ ആലോചിക്കുന്നതും എനിക്ക് എന്റെ നഷ്ടപ്പെട്ട ഓർമ്മകൾ ഓർത്തെടുക്കാൻ കഴിയൂ എന്നിവൻ ചോദിക്കുന്ന ടൈമിൽ ക്യുജോങ് ആണെങ്കിൽ അതിനെ ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം എനിക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് പറയുന്നതും നീ പറഞ്ഞത് ശരിയാണ്, ഞാനാണ് നിന്റെ ഫസ്റ്റ് ലവ് എന്ന് ഇവള് പറയുന്നതും ഇത് കേൾക്കുന്ന ഇവനാകെ ഷോക്കാകുന്നുണ്ട്. ഇവളാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നത് ആദ്യം ഇവൻ എനിക്ക് മാത്രമേ ട്രീറ്റ് ചെയ്യാൻ പറ്റൂ എന്നൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം തോന്നി. പക്ഷെ ഞാനൊരു ഡോക്ടർ എന്നുള്ള രീതിയിൽ ആ ദേഷ്യമൊക്കെ മാറ്റിവെച്ച് ഇവനിപ്പോൾ ചികിത്സിക്കേണ്ടത് എൻ്റെ കൂടി ഒരു ഉത്തരവാദിത്വമാണെന്നൊക്കെ ഇവളിങ്ങനെ ആലോചിക്കുന്നതും ഇതേ ടൈമിൽ ലീഷിന്റെ അടുത്തേക്ക് എത്തുന്നത് കുറച്ച് പോലീസ് ഓഫീസേഴ്സ് ആയിരിക്കും. ക്യുജോങ്ങിന്റെ അമ്മയും അനിയനും വീട്ടിൽ ജോലി ചെയ്യുന്ന ടൈമിൽ അവരുടെ അടുത്തേക്കും അന്വേഷിച്ചൊരു ലേഡി എത്തുന്നുണ്ട്. നമ്മുടെ കഥയിലെ നെക്സ്റ്റ് നായികയായ അതായത് ലീഗുവിന്റെ ഫസ്റ്റ് ലവ് ആയ ലേഡി ആയിരിക്കും അത്. ഇതേ ടൈമിൽ ക്യുജോങ്ങും ലീഗുവിനും ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുന്നതും ലീഗുൻ നല്ല സന്തോഷത്തിലായിരിക്കും. ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.